ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SMKL04 വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ സനൽ. അപ്പം നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമുക്ക് ക്രിസ്മസിന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് പ്രിപ്പയർ ചെയ്താലോ. ഇത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്പോഞ്ചിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് നമുക്കത് കാരമലൈസ് ആയിട്ട് കിട്ടുവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടയൊക്കെ കിട്ടുമെങ്കിലും നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. ഇതിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അത് മെൽറ്റായിട്ട് വന്നോളും. ഇതുപോലെ മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് പതഞ്ഞ് വരണം. ഇതുപോലൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാരമലൊക്കെ ഒന്ന് കട്ട പിടിക്കും. അത് കുഴപ്പമില്ല, വെള്ളം തിളച്ച് വരുമ്പം അതൊക്കെ മാറിക്കോളും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഡേറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് ഉണക്കമുന്തിരിയും കറുത്ത മുന്തിരിയും വെളുത്ത മുന്തിരിയും കൂടെയാണ് കേട്ടോ 1/2 കപ്പ്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ, അതുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മിക്സ് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരണം. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ച് പറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മൈദയാണ് എടുക്കുന്നത്. 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് അളവിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഗരം മസാല 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാൻ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും കൂടെയാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നനവൊന്നുമില്ലാത്തൊരു ജാർ എടുക്കുക. അതിലേക്ക് 3 കോഴിമുട്ടയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിന് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതുപോലെ തന്നെ 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ദേ നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയിൽ അത് കുറേശ്ശെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ വിസ്ക് ഉപയോഗിച്ച് ഇതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൽക്കഹോളൊന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ട്രേ കേട്ടോ. ഇതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് നമ്മൾ ഓയിലൊക്കെ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അപ്പം ഏകദേശം 1 കപ്പ് മൈദയാണെങ്കിൽ 1 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കാഷ്യൂസൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുന്തിരി കറുത്ത മുന്തിരിയാണ് ഒന്നുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാനിത് ചേർക്കുന്നത്. ഉണ്ടായിരുന്ന കറുത്ത മുന്തിരി നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാനിതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കേക്ക് വെക്കുന്നത്.
അന്നേരം നേരത്തെ തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് നമ്മൾ കേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 45 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഏകദേശം 50 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് കുത്തി പരിശോധിക്കണം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. എപ്പോഴും കേക്ക് പിറ്റേ ദിവസത്തേക്കായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ, പ്രത്യേകിച്ച് പ്ലം കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. അതുകൊണ്ട് കേക്ക് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്ക് അന്നത്തേനേക്കാളും നല്ലത് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. എന്നാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ കേക്കിൽ കറക്റ്റായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. എൻ്റെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അതേ നമ്മളെ കേക്ക് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ പേപ്പറും കൂടെ അങ്ങ് ഇളക്കി മാറ്റാം. നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു കേക്കാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പോയി പ്രിപ്പയർ ചെയ്യുക. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്കൊന്ന് മുറിച്ചും കൂടെ നോക്കാം. അതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെ ഉണ്ടോയെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തും കൂടെ എടുക്കാം. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ് കേട്ടോ, നല്ല ഫ്ലഫിയാണ്. ഒരു ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല സ്പോഞ്ചിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.